കർത്താവ് സഹായിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. തിരുനാമം മാത്രം മഹത്വപ്പെടണം യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷമുള്ള കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ചാട്ടെ. നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ദൈവസഭയായി ഒരുമിച്ച് കൂടുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അല്പസമയം ദൈവത്തിന് മുമ്പിൽ നാം ആയിരിക്കുന്നല്ലോ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസഭയിലായിരിക്കാം. ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം സ്പിരിച്വൽ വാർഫെയർ ആണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. പോരാട്ടത്തെ കുറിച്ചുള്ള ചില ചിന്തകളാണ് ഇന്ന് രാത്രി നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിത്യതയെ കുറിച്ചുള്ള ചില ചിന്തകൾ ചിന്തിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സ്പിരിച്വൽ വാർഫെയർ എന്നുള്ള ചിന്ത കടന്നു വരികയും ദൈവം വെച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നിത്യതയെ കുറിച്ചുള്ള ചില ചിന്തകളുമായി ആയിരിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. സ്പിരിച്വൽ വാർഫെയർ സംസാരിക്കുവാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇതിനകത്ത് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്പിരിച്വൽ വാർഫെയർ ആത്മീക യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ആത്മീക എരിവുള്ളവരായിട്ടിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യുദ്ധത്തിന് ഹല്ലേലൂയ ഇപ്പൊ പറഞ്ഞതുപോലെ കൈകളെ പോരിന് വിരലുകളെ അഭ്യസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് നമ്മെ കൊടുത്ത് എനിക്കൊരു യുദ്ധമുണ്ട്, എനിക്കൊരു പോരാട്ടമുണ്ട്, ഇതിൽ എനിക്ക് ജയിക്കണം, എനിക്ക് ജയിച്ച് മതിയാകും എന്നുള്ളൊരു ചിന്തയോട് ഇരിക്കുന്നവർക്കാണ് ഈ ദൂത് പ്രയോജനപ്പെടുന്നത്. അങ്ങനെ ആഗ്രഹമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം സംസാരിക്കുന്ന അരുളപ്പാടുകൾ റിസീവ് ചെയ്യുവാൻ, അതിന്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും മീതെ ആ വചനത്തിന് ശക്തിയുണ്ട്. സെരുബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം ഏത്, ഞാൻ അതിനെ സമഭൂമിയാക്കും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിൽ എനിക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് ചിലത് ചെയ്യാൻ കഴിയും. ഇന്ന് ദൈവം അതിനെ പ്രാപ്തനാക്കും എന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ കേൾക്കുവാൻ. ഹല്ലേലൂയ. നാം ചിന്തിച്ച ചിന്തകൾ തന്നെയാണ് നാം തുടങ്ങുന്നത്. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളൊന്ന് തൊട്ടുപോയായിരുന്നു. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. സങ്കല്പങ്ങളും ആമേൻ ആമേൻ. ഈ വാക്യം പലതവണ ഞാൻ ബൈബിൾ ക്ലാസ്സിലും അല്ലാതെ ഒക്കെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ കരുതുന്നില്ല. പുതിയ നിയമസഭയ്ക്ക് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനകത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിനകത്ത് നമ്മുടെ ദൈവത്തിന്റെ അനുസരണത്തിനായി, ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നമ്മുടെ ചിന്തകളെ പിടിച്ചടക്കുക. ഹല്ലേലൂയ. ആത്മീക യുദ്ധം പുതിയ നിയമത്തിൽ സംഭവിക്കുന്നത് കൂടുതലും മനോമണ്ഡലങ്ങളിലാണ്, ചിന്താമണ്ഡലങ്ങളിലാണ്. അപ്പൊ ചിന്താമണ്ഡലങ്ങളെ കർത്താവിന്റെ അനുസരണത്തിനായി പിടിച്ചടക്കുക, ചിന്തകളെ പരിശുദ്ധാത്മാവിനായി നിയന്ത്രിക്കുക. ഈ ഭാഗങ്ങളൊക്കെ നാം ചിന്തിച്ചിട്ടുള്ളതാണ്. ഞങ്ങളോ പോരിന്റെ ആയുധങ്ങളല്ല, നിങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത്. ആ വാക്യം ഞാൻ ചിന്തിച്ചതുകൊണ്ട് അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിറവ്, ഹല്ലേലൂയ, ദൈവത്തോട് ചേർന്ന് നാം അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനോടുള്ള അനുസരണം തികഞ്ഞ് അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രതികാരം ചെയ്യാനായിട്ടുള്ളൊരു പ്രേരണ ഉള്ളിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന അനുസരണക്കേടിനെതിരെ പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ആരോടാണ് പ്രതികാരം? ഹല്ലേലൂയ. ഇന്നലകളിൽ വരെ നമ്മളെ ആത്മീകമായി മുന്നേറുവാൻ സമ്മതിക്കാതെ പുറകിലേക്ക് വലിച്ചു കൊണ്ടുപോയ വചന ധ്യാനത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ഒക്കെ നമ്മെ പുറകിലേക്ക് വലിച്ചു കൊണ്ടുപോയ, നമ്മുടെ മുമ്പിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തരാതെ അതിനെ ഞെരുക്കുന്ന ആ ശക്തികളോട് ദൈവത്തോട് ചേർന്ന് നാം നിൽക്കുമ്പോൾ, പരിശുദ്ധാത്മാവോട് ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ ഇവയ്ക്കെതിരെ നമുക്കൊരു പ്രതികാരം ഉണ്ടാകുന്നു. ഹല്ലേലൂയ. പ്രതികാരം ചെയ്യുവാൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ വിഷയങ്ങൾക്കെതിരെ പോരടിപ്പാൻ എന്നെല്ലാം കേട്ടില്ല. എപ്പഫ്രാസിനെ പോലെ ഒരു പ്രാർത്ഥനയിൽ പോരാടുന്നവനായിരുന്നു. ഹല്ലേലൂയ. കൂട്ടുവിശ്വാസികളോട് പോരാടാനല്ല, ജഡരക്തങ്ങളോട് പോരാടാനല്ല, സഭയ്ക്കകത്ത് പോരാടാനല്ല, വാസ്തവ വിശ്വാസി തമ്മിൽ പോരാടാനല്ല. പോരാട്ടമാർക്കുള്ളതാ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഹല്ലേലൂയ, ദൈവസഭയ്ക്കെതിരെ ചിന്തിക്കുന്ന ശക്തികളോട്, ആത്മീയമായി നമ്മെ മുന്നേറുവാൻ തടസ്സപ്പെടുത്തുന്ന വ്യാപാരങ്ങളോട്, അവയ്ക്കെതിരെയാണ് നമുക്ക് പോരാട്ടമുള്ളത്.
ഹല്ലേലൂയ. നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോഴും ഇവിടെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്. അത് നാം വായിച്ച വാക്യമാണ്. നമുക്ക് നാം ചിന്തിച്ചു, നമുക്ക് പോരാട്ടമുണ്ട്. നമുക്കാണ് പോരാട്ടം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ സർവായുധ വർഗം നിങ്ങൾ ധരിക്കണം. റോമക്കാരനായ ഒരു പട്ടാളക്കാരന്റെ വേഷവിധാനത്തെ താരതമ്യപ്പെടുത്തി അപ്പോസ്തലനായ പൗലോസ് താഴേക്കുള്ള ഭാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? ഒരു റോമക്കാരനായ പട്ടാളക്കാരൻ താൻ വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഭാഗങ്ങളെയും കുറിച്ച് പരാമർശിച്ചിട്ട് ആത്മീയ ജീവിതത്തിൽ എന്തൊക്കെ ധരിക്കണം എന്നുള്ളൊരു ചിന്ത അപ്പോസ്തലനായ പൗലോസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന് എന്താണ്? അരയ്ക്ക് എന്ത് വേണം? സത്യം വേണം, അല്ലേ? ഹല്ലേലൂയ. ശത്രു പോരാടുവാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ദുഷ്ടൻ വരുമ്പോൾ, യുദ്ധത്തിന് വരുമ്പോൾ, ഹല്ലേലൂയ, ബെൽറ്റ് ലൂസ് ആണെങ്കിൽ, ഹല്ലേലൂയ, ഓടിപ്പോകാനുള്ള അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു ശക്തി ലഭിക്കാത്തത് കൊണ്ട് അവന്റെ അരയ്ക്ക് എന്ത് ചെയ്യണം? ഒരു നല്ല വാർ അല്ലെങ്കിൽ നല്ല തുണി വെച്ച് ഒരു അരക്കച്ച വെച്ച് ഉറപ്പിക്കും. അതുപോലെ റോമക്കാരന് ഒരു ബെൽറ്റ് ഉണ്ടായിരുന്ന പോലെ, പടയാളിക്ക് ഒരു ബെൽറ്റ് ഉണ്ടായിരുന്ന പോലെ അരയ്ക്ക് എന്ത് വേണം? സത്യം വേണം, അല്ലേ? പിന്നെന്താ? നീതി എന്ന കവചം വേണം. ഒരു കവചം വെട്ടുകൊള്ളാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ശത്രു ആക്രമിക്കും, നിശ്ചയമായി ആക്രമിക്കും. നീ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, നിന്റെ സഭ വളരുന്നത് കാണുമ്പോൾ, ഹല്ലേലൂയ, നീ ആത്മാവിൽ മുന്നേറുന്നത് കാണുമ്പോൾ, ഹല്ലേലൂയ, കുടുംബങ്ങൾ ഇതിനകത്ത് വരുന്നത് കാണുമ്പോൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ നീ പ്രാർത്ഥിച്ച് മുന്നേറുകയും വചനം അധികമായി ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശത്രുവിന് ഇഷ്ടപ്പെടത്തില്ല, അല്ലേ? ഹല്ലേലൂയ. അവന് നിന്നോട് പോരുണ്ടാകും, അവനോട് നിന്നോട് ശത്രുത ഉണ്ടാകും. എന്നാൽ നീ എന്ത് ചെയ്യണം? നീതി എന്ന കവചം ധരിക്കണം. വെട്ടുകൊള്ളാതിരിക്കണമെങ്കിൽ നീതിയുടെ ഒരു കവചം ധരിക്കണം. നീതിപരമായ കാര്യങ്ങൾ ചെയ്യാവൂ, യുക്തിപരമായും നീതിപരമായുള്ള കാര്യങ്ങൾ ചെയ്യാവൂ. അത് വെട്ടുകൊള്ളുന്നതിൽ നിന്ന്, ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കും. മാത്രമല്ല, ഹല്ലേലൂയ, ഒരു നല്ല ഷൂസ് നമുക്ക് വേണം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പട്ടാളക്കാരൊക്കെ എന്താ ചെയ്യുന്നത്, അല്ലേ? ഈ മുൾപ്പടപ്പിനകത്തൂടെ, അതുപോലെ ഐസിലത്തൊക്കെ അകത്തൂടെ ഒക്കെ നടക്കുന്നതിന് അവർക്ക് ശക്തിയായിട്ടുള്ള ഒരു ഷൂസ്, അല്ലേ, ഒരു ആവശ്യമാണ്. ഇവിടെ നമുക്ക് എന്താ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് സമാധാന സുവിശേഷമായ ഒരുക്കം, കാലിന് ചെരുപ്പാക്കണം. എപ്പോഴും കർത്താവിനെ കുറിച്ച് സംസാരിക്കുവാൻ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ വെളിപ്പെടുത്തുവാനുള്ള ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. വേറെ എന്തൊക്കെ ഇവിടെ? ദുഷ്ടന്റെ നിയമങ്ങളെ കെടുക്കുന്നത് തക്കവണ്ണം വിശ്വാസമെന്ന പരിച. ഹല്ലേലൂയ. ശത്രു ആക്രമിക്കുമ്പോൾ, വെട്ടുമ്പോൾ, ഹല്ലേലൂയ, വിശ്വാസം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ, ഹല്ലേലൂയ, പ്രൈസ്. നമുക്ക് നിരാശയാ കൂട്ടെങ്കിൽ, വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നിരാശയും അസ്വസ്ഥതയും ഭയവുമാണെങ്കിൽ നിശ്ചയമായും അവന്റെ ആക്രമണത്തിൽ നമുക്ക് വെട്ടുകൊള്ളും. തടുക്കുന്നത് വിശ്വാസം കൊണ്ടാണ്, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. അതാണ് പരിച. പിന്നെന്താ ഉള്ളത്? ഇനിയും എന്താണുള്ളത്? ആ തലയ്ക്ക് വെട്ടുകൊള്ളത്. തലയെ കുറിച്ച് നമ്മൾ ഇന്നലെ കേട്ടല്ലേ? തലയ്ക്ക് വെട്ടുകൊണ്ട് കഴിഞ്ഞാൽ അന്നേരം തീരും, അല്ലേ? വേറെ എവിടെ അടി കിട്ടിയാലും ചികിത്സിച്ച് ഭേദമാക്കാൻ തലയ്ക്ക് വെട്ട് കിട്ടിയാൽ അത് രക്ഷ ശിരസ്ത്രമായിരിക്കണം. രക്ഷയെ കുറിച്ചുള്ള ചിന്ത അകത്തെപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, ഞാൻ സ്നാനപ്പെട്ട ആളാണ്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആളാണ്. രക്ഷ എന്ന ശിരസ്ത്രം. മാത്രമല്ല, വാള് നമ്മുടെ വേണം. ഹല്ലേലൂയ. ആക്രമിക്കണമെങ്കിൽ ഹല്ലേലൂയ, എന്ത് കയ്യിൽ ആവശ്യമാണ്? ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ. ദൈവവചനം പുസ്തകത്തിലിരിക്കുകയല്ല, ദൈവവചനം നമ്മുടെ ഹൃദയത്തിലിരിക്കണം. ദൈവവചനം നമ്മുടെ അധരത്തിലിരിക്കണം. എന്നാലേ ശത്രുവിനോട് പോരാടാൻ പറ്റത്തുള്ളൂ. ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. ഇതൊക്കെയാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുവാനിടയായി. നമ്മൾ പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരാത്മാവ്, പ്രതികാരം ചെയ്യുവാൻ നമ്മോടൊപ്പം വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നൊരു ചിന്ത അവിടെ നമുക്ക് പുതിയ നിയമത്തിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലെ ആത്മീക യുദ്ധത്തിൽ നമ്മെ അഭിഷേകത്തിൽ നിന്ന്, പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന്, ദൈവജന ധ്യാനത്തിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്ന ശക്തികളോട്, അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ രൂപാന്തരത്തിന് വിടുതൽ തടസ്സമായി അവരിൽ വ്യാപരിക്കുന്ന ശക്തികളോടൊക്കെ ദൈവസഭയ്ക്കും ഒരു അഭിഷക്തനും പോരുണ്ട്. എന്നാൽ പഴയ നിയമത്തിലേക്ക് നാം ചിന്തിച്ചു വരുമ്പോൾ, പഴയ നിയമത്തിൽ രാജ്യങ്ങളോടും വംശങ്ങളോടൊക്കെയാണ് പ്രതിസന്ധികൾ, പോരുകൾ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിലെ ചില ചിന്തകളോട് ചിന്തിച്ച് ഞാൻ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് 2
രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരാൻ മുമ്പ് അതിനു വേണ്ടി ഒരു ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏലിയാവിനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതാണ്. അവിടെ ഏലിയാവ് ഭയപ്പെട്ട് പിന്മാറുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ. ഏലിയാവ് താൻ തന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല എന്ന് ചിന്തിച്ച് മരിപ്പാൻ ആഗ്രഹിച്ച് ചൂരച്ചെടിയുടെ തണലിൽ അഭയം പ്രാപിച്ച് ഇരിക്കുന്ന ഇടത്തു നിന്ന് ദൂതൻ അവനെ അപ്പവും അടയും ഒക്കെ കൊടുത്ത് ധൈര്യപ്പെടുത്തി ഹോരേബോളം ദൈവത്തിന്റെ പർവ്വതത്തിൽ കൊണ്ടുവരുന്നു. അവനവിടെ വീണ്ടും ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുന്നു. ദൈവം അവനോട് സംസാരിക്കുന്നു അല്ലെ. ദൈവം അവനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു ദൂതുണ്ട്. ഹല്ലേലൂയ. ഏലിയാവേ, നീ ദമസ്ക് വഴിയായി മടങ്ങിപ്പോവുക. ദമസ്ക് എന്ന പദത്തിന്റെ അർത്ഥം ദമസ്കോസ് എന്നാണ്. ദമസ്കോസിന്റെ പഴയ പേരാണ് ദമസ്ക്. ദമസ്ക് വഴിയായി നീ മടങ്ങിപ്പോവുക. മാത്രമല്ല, നീ നിനക്ക് പകരമായി പ്രവാചകനായി എലീശയെ അഭിഷേകം ചെയ്യണം. രാജാവായി ഹസായേലിനെ അഭിഷേകം ചെയ്യണം. യേഹൂവിനെ അഭിഷേകം ചെയ്യണം. അപ്പൊ അഭിഷേകം ചെയ്യുവാൻ ചില രാജാക്കന്മാരെ പരിചയപ്പെടുത്തുന്നു. നിനക്ക് പകരമായി എലീശയെ അഭിഷേകം ചെയ്യണമെന്ന് പറയുന്നു. അതുകൊണ്ട് നീ ഇരിക്കുന്ന ഇടത്ത് നിന്ന് എഴുന്നേറ്റ് ഗുഹയ്ക്കകത്ത് മറഞ്ഞിരിപ്പാനോ ഭയപ്പെട്ടിരിപ്പാനോ അല്ല ഞാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ നിന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനാണ്, എനിക്ക് മരിച്ചാൽ മതിയെന്ന് കർത്താവിനോട് അവൻ പറഞ്ഞപ്പോൾ കർത്താവ് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ലത്, പക്ഷേ നീ ചിന്നച്ചെടിയുടെ തണലിൽ നിന്ന് മരിക്കത്തില്ല. ഞാൻ നിന്നെ അഗ്നിമയമായ രഥങ്ങളോടുകൂടെ കുതിരകളോടുകൂടെ എടുക്കും. ഹല്ലേലൂയ. പക്ഷേ എടുക്കപ്പെടുന്നതിന് മുമ്പ് ചിലത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അത് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഹസായേലിനെ നീ അഭിഷേകം ചെയ്യണം, യേഹൂവിനെ നീ അഭിഷേകം ചെയ്യണം. നിനക്ക് പകരമായി എലീശയെ നീ അഭിഷേകം ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുക. ദമസ്ക് വഴിയായി മടങ്ങിപ്പോകുക. ദമസ്ക്, ദമസ്കോസ്, ദൈവത്തിന്റെ സ്പർശനം, ദൈവത്തിന്റെ ഇടപെടൽ പണ്ടേ ഉള്ളൊരു സ്ഥലമാണ് ഈ ദമസ്കോസ് അല്ലേ. ദമസ്കോസിൽ വെച്ച് പിടിക്കപ്പെട്ട മറ്റൊരു മനുഷ്യനെ കുറിച്ച് നമുക്ക് അറിയാം അല്ലേ. ആരാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികാരബദ്ധവുമായി ഹല്ലേലൂയ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി പോയ ആ മനുഷ്യനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണ് കർത്താവ് സ്പർശിക്കുന്നത്. അപ്പോൾ ഏലിയാവിനോട് ദൈവം തന്നെ പറഞ്ഞു, ദമസ്ക് വഴിയായി ദൈവിക സ്പർശനം നടക്കുന്ന ഇടം വഴി നീ യാത്ര ചെയ്യുക. അപ്പോൾ നിനക്ക് ഒരു ശുശ്രൂഷയുടെ കൈമാറപ്പെടുകയാണ്. യേഹൂവിനെ നീ അഭിഷേകം ചെയ്യണം, ഹസായേലിനെ. നിനക്ക് പകരമായി എലീശയെ അഭിഷേകം ചെയ്തിട്ട് ഇരട്ടി അത്ഭുതങ്ങൾ പ്രാപിക്കുന്ന, ഇരട്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന, ഇരട്ടി അഭിഷേകത്തിനായി കൊതിക്കുന്ന, നീ 8 എണ്ണം ചെയ്തെങ്കിൽ മടുപ്പ് കൂടാതെ 16 എണ്ണം ചെയ്യുന്ന ഒരുത്തനെ ആക്കിയിട്ട് നീ സ്വർഗത്തിലേക്ക് വാ. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു ജനറേഷനെ നീ എഴുന്നേൽപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെക്കാൾ അഭിഷേകത്തിലും നമ്മളെക്കാൾ പരിശുദ്ധാത്മനിറവിലും ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുള്ള ദൈവത്തെ ശ്രദ്ധിച്ചേർന്ന ഹല്ലേലൂയ. നമ്മളെക്കാൾ അധികം അവർ പ്രയോജനപ്പെടണം. അടുത്ത ജനറേഷൻ വരുമ്പോൾ അടുത്ത ജനറേഷനിൽ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ ഭയപ്പെട്ട ഇസബേലിനെ അടുത്ത ജനറേഷനിൽ ഹല്ലേലൂയ ഭയപ്പെടരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ഒരു കാലഘട്ടത്തിൽ ഇസബേലിനെ ഭയന്ന് ചൂരച്ചെടിയിൽ ഏലിയാവ് അഭയം പ്രാപിച്ചതുപോലെ നെക്സ്റ്റ് ജനറേഷൻ അങ്ങനെ ആകരുതെന്ന് ആഗ്രഹിച്ച് ഹല്ലേലൂയ ഇരട്ടി അഭിഷേകത്തോടും ഇരട്ടി അത്ഭുതങ്ങളോടും കൂടെ അടുത്തൊരു ജനറേഷൻ എഴുന്നേൽപ്പിക്കാൻ കൊതിയോടെ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവനോട് പറയുന്നത്, നീ സ്വർഗത്തിലേക്ക് വന്ന കുഴപ്പമില്ല, പക്ഷെ നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ ഇരട്ടി അഭിഷേകം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ മേൽ ഒരു പുതപ്പെറിഞ്ഞ് അവനെ അടുത്ത പ്രവാചകനായി നിയമിച്ചതിന് ശേഷം ഞാൻ നിന്നെ എടുത്തുകൊള്ളാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏലിയാവിൽ കൂടി അഭിഷക്തനായവനാണ് ഹല്ലേലൂയ എലീശയെ കർത്താവ് ഏലിയാവിൽ കൂടി അഭിഷേകം ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അവൻ ഏർക്കാളയോടുകൂടി ആയിരുന്നപ്പോൾ അവന്റെ ശരീരത്തിലേക്ക് പുതപ്പെറിഞ്ഞ് അവനെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്ന ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യേഹൂവിനെ അഭിഷേകം ചെയ്യുന്ന ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. യേഹൂവിനെ അഭിഷേകം ചെയ്യുന്നത് എലീശയിൽ കൂടെ, എലീശയുടെ കൂടെ ജീവിച്ചിരുന്ന ഒരു ശിഷ്യനിൽ കൂടെയാണ് കർത്താവ് യേഹൂവിനെ പുറത്തെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേഹൂവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ശക്തമായി സ്പിരിച്വൽ വാർഫെയറിൽ ഉപയോഗിക്കപ്പെട്ട ആത്മീക യുദ്ധത്തിന് ശക്തമായി പ്രയോജനപ്പെട്ട ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ഒരു അഭിഷിക്തനാണ്, ഒരു രാജാവാണ് യേഹൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യേഹൂവിന്റെ അഭിഷേകത്തെ കുറിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എലീശ പ്രവാചകൻ സാധാരണക്കാരനായ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച്, എലീശ
പോലും പോകാതെ ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചോട്ടെ, എലീശ എന്താ നേരിട്ട് പോയി യേഹൂവിനെ അഭിഷേകം ചെയ്യാൻ? എലീശ പോലും പോയില്ല. ഹല്ലേലൂയ. എലീശ ഒരു പ്രവാചക ശിഷ്യനെ അയച്ചു. അതിന്റെ ആവശ്യമേ ഉള്ളൂ. കാരണം ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന, ദൈവത്താൽ അയക്കപ്പെടുന്ന, ദൈവത്താൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് ശിഷ്യനെ മാത്രം അയച്ച് ഹല്ലേലൂയ ഒരു യൗവനക്കാരനെ അയച്ചിട്ട് യേഹൂവിന്റെ അഭിഷേകത്തിനായി അയക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ ഹല്ലേലൂയ പ്രാർത്ഥനയോടും ശക്തിയോടും ഹല്ലേലൂയ ഉത്തരവാദിത്വത്തോടും കൂടെ ആയിരിക്കുന്ന ആരെയും ദൈവം ഉപയോഗിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സാധാരണ പ്രവാചകനെ ഉപയോഗിക്കും. 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കാം. അങ്ങനെ പ്രവാചകനായ യൗവനക്കാരൻ രാമോത്തിലേക്ക് പോയി, അല്ലേ? അവനവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. നായക, എനിക്ക് നിന്നോടൊരു കാര്യം അറിയിക്കാനുണ്ട് എന്ന് അവൻ പറഞ്ഞതിന് ഞങ്ങൾ എല്ലാവരും വെച്ച് ആരോട് എന്ന് ചോദിച്ചു. നിന്നോട് തന്നെ നായക എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് കിടന്നു. അപ്പോൾ അവൻ തൈലം അവന്റെ തലയിൽ ഒഴിച്ച് അവനോട് പറഞ്ഞത് എന്തെന്നാൽ, ദൈവമായ യഹോവ ഇപ്രകാരം തന്നെ ചെയ്യുന്നു, ഞാൻ നിന്നെ യഹോവയുടെ ജനമായ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പടനായകന്മാരിൽ ഒരുത്തനെ എലീശയുടെ പ്രവാചക ശിഷ്യനിൽ കൂടെ അയച്ചിട്ട് തൈലം അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവന്റെ തലവേദന ഒഴിച്ചിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, എല്ലാവരും കൂടെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഞാൻ നടത്താൻ പോകുന്നത്. ഹല്ലേലൂയ. ദൈവം അയച്ചിട്ടൊരു പ്രവാചകൻ വന്നിട്ട് തലയിൽ അവന്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ യഹോവയുടെ ജനമായ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ എന്തെങ്കിലും കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ അല്ല ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്യുന്നത്, ഹല്ലേലൂയ കർത്താവിന്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തത് അവന്റെ മഹാകരുണ കൊണ്ടാണ്. അനേകരെ തെരഞ്ഞെടുക്കാമായിരുന്നു, അനേകരെ ഉപയോഗിക്കാമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ നമുക്കെന്തോ പ്രത്യേകത ദൈവം കണ്ടിട്ട് ഹല്ലേലൂയ യേഹൂവിനെ തെരഞ്ഞെടുത്തതുപോലെ അഭിഷേക തൈലം കൊണ്ട്, പരിശുദ്ധാത്മ നിറവ് കൊണ്ട് ഹല്ലേലൂയ തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടുന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അഭിഷേക തൈലം അവന്റെ മേൽ വീഴുന്നത് വരെ അവൻ പടനായകന്മാരിൽ സാധാരണക്കാരനായ പടനായകനായിരുന്നു. എന്നാൽ എപ്പോഴാണോ അഭിഷേക തൈലം അവന്റെ മേൽ വീണത്, സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങി. ദൈവം അവനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവം ഒരുവനെ ഉപയോഗിക്കുന്നതിന് എന്താണ് ആവശ്യം? പഴയ നിയമത്തിൽ ഹല്ലേലൂയ ശൗലിനെ തെരഞ്ഞെടുത്തപ്പോഴും ദാവീദിനെ തെരഞ്ഞെടുത്തപ്പോഴും തൈലക്കൊമ്പിൽ അഭിഷേക തൈലവുമായി ശമൂവേലിനെ ദൈവം അയക്കുന്നത് കാണുന്നുണ്ട്. എപ്പോഴാണോ അവന്റെ മേൽ അഭിഷേകത്തിന്റെ തൈലം വ്യാപരിക്കപ്പെട്ടത്, അന്നു മുതൽ ദൈവത്താൽ അവർ തെരഞ്ഞെടുക്കപ്പെടുകയും ദൈവത്താൽ അവർ ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതോ വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ല, സൗന്ദര്യം കൊണ്ട് കാര്യമില്ല, ബലം കൊണ്ട് കാര്യമില്ല, ഹല്ലേലൂയ കഴിവ് കൊണ്ട് കാര്യമില്ല. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്നതോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയണം. ഹല്ലേലൂയ. യേശു കർത്താവ് ഗലീലയിലേക്ക് പോയത്, ഹല്ലേലൂയ യേശു കർത്താവ് മരുഭൂമിയിലേക്ക് പോയത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ നമുക്ക് പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല. എപ്പോഴാണ് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുന്നത്, അഭിഷേക തൈലം നമ്മുടെ മേൽ വീഴുന്നത്, അന്ന് മുതൽ നാം ഉപയോഗിക്കപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. ഉപയോഗിക്കപ്പെടണമെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. ഇനി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നാൽ അവിടെ ഒരു മാന്യത ഇവിടെ വരും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നടന്ന കൺവെൻഷൻ രാമദാസൻ സംസാരിച്ചല്ലോ. ഹല്ലേലൂയ. ഇശായിയുടെ പുത്രന്മാരെയൊക്കെ നിരത്തി നിർത്തിയിട്ട് ഹല്ലേലൂയ സമൂഹത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇനി ഉണ്ടോ? ഉണ്ടെങ്കിൽ അവൻ വന്നിട്ടല്ലാതെ ഞാൻ ഈ വിരുന്നിനകത്ത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഒരുവനെ കാട്ടിൽ പോയി വിളിച്ചോണ്ട് വന്ന് അവന്റെ മേൽ തൈലത്തിന്റെ അഭിഷേകം പകരണം. നിന്ദിക്കപ്പെട്ടവനെ, പരിഹസിക്കപ്പെട്ടവനെ, അമ്മയും അപ്പനും ഉപേക്ഷിച്ചവനെ, സഹോദരന്മാർ തള്ളിക്കളഞ്ഞവനെ, ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷേകം ഇശായിയുടെ വീട്ടിൽ വന്നപ്പോൾ തൈലം കൊണ്ട് നിറച്ചെടുത്തി പ്രവാചകൻ ഇശായിയുടെ പട്ടണത്തിൽ ഇശായിയെ അന്വേഷിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം പറയാം, നിന്റെ
മനുഷ്യൻ തരാത്ത ബഹുമാനം ദൈവത്താൽ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ തൈലം നമ്മുടെ മേൽ വീഴുമ്പോഴാണ്. ഹല്ലേലൂയ. 9-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇത് കാണുന്നുണ്ട്. അവന്റെ കൂടെ അവനോട് സഹകരിച്ചിരുന്ന മറ്റു പടനായകന്മാർ അവന്റെ മേൽ എപ്പോഴാണ് അഭിഷേകത്തിന്റെ തൈലം വീണത്, എപ്പോഴാണ് അവൻ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടത്, ഉടനെ അവർ ബന്ധപ്പെട്ട ഓരോരുത്തൻ താന്റെ വസ്ത്രമെടുത്ത് കോണിപ്പടികളിന്മേൽ അവന്റെ കാൽക്കൽ വിരിച്ച് കാഹളമൂതി യേഹൂ രാജാവായി എന്ന് പറഞ്ഞു. Praise the Lord. ഒരു ദൈവസഭയ്ക്ക് മാന്യതയും ഉയർച്ചയും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു കുടുംബത്തിന് മാന്യതയും ഉയർച്ചയും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ തലമുറകൾക്ക് മാന്യതയും ഉയർച്ചയും ഉണ്ടാകുന്നത് എന്താണ്? എങ്ങനെയാണ്? നമ്മുടെ കഴിവുകൊണ്ടല്ല, മിടുക്കുകൊണ്ടല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മതി. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ അർഹിക്കാത്ത മാന്യത വെളിപ്പെടും. Praise the Lord. ചിലർ നമ്മെ തേടി വരും, ചിലർ നമുക്ക് അനുകൂലമായി തീരും. പ്രതികൂലമായ ശക്തികൾ നമുക്ക് അനുകൂലമായി വരും, പ്രതികൂലമായി നിന്ന ചേട്ടന്മാർ നമുക്ക് അനുകൂലമായി വരും, ഉപേക്ഷിച്ച അപ്പനും അമ്മയും അനുകൂലമായി വരും. ഹല്ലേലൂയ. തള്ളപ്പെട്ട ഇടത്ത് നിന്ന് നിന്നെ പൊക്കിക്കൊണ്ടുവരും. എന്ത് ചെയ്താൽ മതി? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചാൽ മതി. കരമടിച്ചാൽ മൂന്ന് ഏറ്റെടുത്താട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾക്കൊന്നും വേണ്ട കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മതി എന്ന് തീരുമാനിച്ചു. ഞാൻ സംസാരിച്ചിട്ടുള്ളതാണെങ്കിൽ ചിതറപ്പെട്ട ശിശുന്മാർ, യേശുവിനെ ക്രൂശിച്ചപ്പോൾ ചിതറിപ്പോയ ശിശുന്മാർ, പല ഭാഗങ്ങളിലായി ഓടിപ്പോയ ശിശുന്മാരെ കർത്താവ് മർക്കോസിന്റെ മാളികയിൽ വരുത്തേണ്ടതിന് 40 ദിവസം ബന്ധപ്പെട്ട് അവർക്ക് പ്രത്യക്ഷനായി ഇരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവർ ഒരിക്കൽ മാളികയിൽ വന്നാ ഇവർ അഭിഷേകത്താൽ നിറയും. ഇവർ അഭിഷേകത്താൽ നിറഞ്ഞാൽ ഭയം അവരെ വിട്ടുപോകും. ഇവർ അഭിഷേകത്താൽ നിറഞ്ഞാൽ ഇവരുടെ മേൽ അധികാരം വെളിപ്പെടും. ഇവർ അഭിഷേകത്താൽ നിറഞ്ഞാൽ 40 ദിവസമായി 40 വർഷമായി ഇരുന്ന മുടന്തന് അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നും കൊണ്ട് ഇരുത്തിയ ദേവാലയത്തിന്റെ മുമ്പിൽ ഇരുത്തുന്ന മുടന്തന് പത്രോസിനെയും യോഹന്നാനെയും കണ്ടാൽ പിന്നെ അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. അവൻ മുടന്ത് മാറിയവനായി, കാലിനും നരിയാടിക്കും ശക്തിയുള്ളവനായി അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും ആരാധിച്ചുകൊണ്ട് ദേവാലയത്തിൽ കടപ്പാൻ ഇടയാകും. കാരണം അഭിഷേകം പ്രാപിച്ചവരെ കണ്ടതാ. അഭിഷേകം പ്രാപിച്ചവനെ കണ്ടാൽ, അഭിഷേകം പ്രാപിച്ചവൻ കൈകൊടുത്താൽ, അഭിഷേകം പ്രാപിച്ചവൻ പ്രാർത്ഥിച്ചാൽ, അഭിഷേകം പ്രാപിച്ചവൻ കൽപ്പിച്ചാൽ, എനിക്ക് വേണ്ടത് യേശു കർത്താവിന്റെ അഭിഷേകമാണ്. യേശു കർത്താവിന്റെ അഭിഷേകം എന്റെ മേൽ വന്നാൽ എന്റെ കണ്ണുകൾക്ക് ശക്തി ലഭിക്കുമെന്ന്, എന്റെ വസ്ത്രത്തിന്റെ വിളമ്പിൽ ശക്തി വ്യാപരിക്കുമെന്ന് പൗലോസ് പോലും തിരിച്ചറിയും. Praise the Lord. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധാത്മാവോട് നിന്നോണ്ടെന്ന് ദൂത് പറയാനോട് പറയുകയാണ്. അർഹിക്കപ്പെടാത്ത മാന്യതകൾ ഇന്ന് രാത്രി നിന്നെ തേടി വരുന്നുണ്ടെങ്കിൽ, അർഹിക്കപ്പെടാത്ത ഇടത്തേക്ക് ദൈവം നിന്നെ അയച്ച് മാനിക്കുന്നുണ്ടെങ്കിൽ, പ്രതിപദം വിശ്വസിച്ചോ, ദൈവാത്മാവ് മാന്യതകൾ നൽകുന്നുണ്ടെങ്കിൽ, അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നിന്നെ ഉയർത്തുന്നുണ്ടെങ്കിൽ, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്നു. Oh, Jesus.
Praise the Lord. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് സമയം പോയി. ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം 20-ാമത്തെ വാക്യം ഒക്കെ ചിന്തിക്കണമെന്നുണ്ട്. 16-ാമത്തെ വാക്യം പിന്നീട് നമുക്ക് ചിന്തിക്കാം. 20-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 9:20 ഒന്ന് വായിക്കുമ്പോൾ, അപ്പോൾ കാവൽക്കാരൻ 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, അപ്പോൾ കാവൽക്കാരൻ അവനും അവരുടെ അടുക്കലോളം നിംഷിയുടെ മകനായ യേഹൂ ഓടിക്കുന്നത് പോലെ ഇരിക്കുന്നു. ഭ്രാന്തനെ പോലെയല്ലോ അവൻ ഓടിച്ചു വരുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ പൂർണ്ണൻ ഭ്രാന്തനാകുന്നു. ദൈവത്തിന്റെ ശക്തിയാൽ പിടിക്കപ്പെടുന്നവന് ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. എത്രപേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെടുന്നവന്റെ നോട്ടത്തിനകത്തൊരു പ്രത്യേകതയുണ്ട്. അവന്റെ തലപ്പെടുക്കലിൽ ഒരു പ്രത്യേകതയുണ്ട്. അവന്റെ ശബ്ദത്തിന് അധികാരമുണ്ട്. Jesus. Hallelujah. Hallelujah. ശത്രു എപ്പോഴും പോരാടുന്നതിന് മുമ്പ് കോംപ്രമൈസിന് തയ്യാറാകുന്ന ഹല്ലേലൂയ ശത്രുവാണ്. ഹല്ലേലൂയ. നമ്മുമായി കോംപ്രമൈസ് ചെയ്യാൻ ഹല്ലേലൂയ ശത്രു എപ്പോഴും ബന്ധപ്പെടുന്നത് ഹല്ലേലൂയ പല പലരും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മെ നശിപ്പിക്കുന്നതിന് മുമ്പ്, നമ്മളോട് പോരാടുന്നതിന് മുമ്പ്, നമ്മളെ എങ്ങനെ അവന്റെ വഴിക്കാക്കാൻ വേണ്ടി ശത്രു എപ്പോഴും ശ്രമിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥന എങ്ങനെയും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്പ്പിക്കുക. വചനധ്യാനം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്പ്പിക്കുക. സഭാരാധന കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്പ്പിക്കുക. എവിടെ നീ ദൈവശക്തിയാൽ നിറയപ്പെടുന്നു, ആ അവസരങ്ങളൊക്കെ നിന്റെ അകത്തുനിന്ന് മാറ്റാൻ വേണ്ടി കോംപ്രമൈസിന് തയ്യാറാകുന്ന ഒരു ശത്രുവുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും കോംപ്രമൈസിന് തയ്യാറാകത്തില്ല അല്ലേ? പ്രാർത്ഥിക്കാൻ വേണ്ടി ബൈബിൾ ഒന്ന് എടുക്കുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കാം, അത് ചെയ്താലോ. ഹല്ലേലൂയ. വചനം വായിക്കാൻ വേണ്ടി ഒന്ന് കയ്യിലെടുക്കും, വിചാരിക്കും മൊബൈൽ ഒന്ന് നോക്കിയാലോ അല്ലേ? കോംപ്രമൈസ് അല്ലേ? ഇപ്പൊ കോംപ്രമൈസ് ആണ് ആദ്യം പിശാച് കൊണ്ടിരുന്ന ആയുധം. ഹല്ലേലൂയ. നിന്നെ അവനുമായി രമ്യതയിലാക്കുക. യുദ്ധം ചെയ്യുന്നതിന് മുമ്പ്, നിന്നോട് പോരാടുന്നതിന് മുമ്പ് ഇവനെ എങ്ങനെ രമ്യതയിലാക്കാൻ പറ്റിയെങ്കിൽ, ഇവനെ എന്റെ കൂട്ടുകാരനാക്കാൻ പറ്റിയെങ്കിൽ, ഹല്ലേലൂയ, ഇവനെ അഭിഷേകത്തിലൊന്നും നിറയാതെ, ആത്മാവിലൊന്നും മുന്നേറാതെ ഇവനെ എന്റെ കൂട്ടത്തിനകത്ത് നിർത്താൻ പറ്റുവാണെങ്കിൽ എനിക്ക് അതാ നല്ലത്. അതാ ശത്രു എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യേഹൂ വരുന്ന വരവ് കണ്ടപ്പോൾ, ഹല്ലേലൂയ, രാജാക്കന്മാരെ കുറിച്ചൊന്നും വിശദീകരിക്കാൻ സമയമില്ലെങ്കിൽ പറഞ്ഞു പോകാം. അഹസ്യാവെന്ന രാജാവും ഹല്ലേലൂയ യോരാം അല്ലേ? യോരാം ആഹാബിന്റെ പുത്രനാണ്. യോരാം രാജാവും ഒക്കെ ഹല്ലേലൂയ ഇവന്റെ വരവ് കണ്ടപ്പോൾ യേഹൂവിന്റെ മുമ്പിലേക്ക് പടയാളികളെ അയച്ചിട്ട്, കാവൽക്കാരെ അയച്ചിട്ട് പറയുന്നുണ്ട്, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഈ സമാധാനത്തിനായിട്ടാണോ, സന്ധിക്കാണോ വരുന്നത്? ഹല്ലേലൂയ, സമാധാനമോ എന്ന് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, ഓരോ ആൾക്കാരും വന്ന് ഓരോ ടീമിനെ അവിടെ വിടുന്നുണ്ട്. ഓരോ ടീം വന്ന് സമാധാനമെന്ന് ചോദിക്കുമ്പോൾ അത് യേഹൂ പറയുന്ന ഒരു കാര്യമുണ്ട്. സമാധാനം കൊണ്ട് നിനക്കെന്ത് കാര്യം? നീ എന്റെ പിറകിൽ വന്ന് നിൽക്ക്. ഹല്ലേലൂയ. ശത്രുവിനോട് പിറകിൽ വന്ന് അവന്റെ സൈന്യത്തിന്റെ പിറകിൽ വന്ന് നിൽക്കാൻ പറയാനുള്ള ഒരു അഭിഷേകം അവനകത്ത് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ്. തന്റെ മുമ്പിൽ വന്ന അഹസ്യാവിന്റെ സൈന്യത്തെ, യോരാമിന്റെ സൈന്യത്തെ തന്റെ പിന്നിലാക്കുവാൻ തന്റെ ശബ്ദങ്ങൾ കൊണ്ട് കഴിയുന്ന ഒരു അഭിഷക്തനായ യേഹൂ മാറി എന്ന് കാണാൻ കഴിയുന്നുണ്ട്. കോംപ്രമൈസിന് വന്നവനെ പിന്നിൽ നിർത്തിയിട്ട് യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു യേഹൂവിനെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 20-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, അവനൊരു ഭ്രാന്തനെ പോലെയാണ് ഓടിക്കുന്നത്. ഹല്ലേലൂയ. സമയം കഴിഞ്ഞുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ പിന്നിൽ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ആരാധനയെ കുറിച്ച് കർത്താവദാസൻ സംസാരിക്കുവാനിടയായല്ലോ. നമ്മൾ എപ്പോഴും പറയും ആരാധിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തെ ശക്തിയായിട്ട് ആരാധിക്കണം, നിറവോടെ ആരാധിക്കണം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് അതിന് പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനായിട്ട് വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മുടെ ദാവീദിനെ കുറിച്ച് സംസാരിക്കുന്നത് പറയാം അല്ലേ? ദാവീദിനെ കുറിച്ച് സംസാരിക്കുന്നത് പറയാറുണ്ട്. ദാവീദിന്റെ രാജവസ്ത്രം അടിച്ചു വെച്ച് പഞ്ഞി നൂലങ്കി ധരിച്ച് യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്ത ആരാധിച്ചു അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്നുവരെ നൃത്തം ചെയ്ത് ആരാധിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മൾ ആരാധിക്കുന്ന കാര്യം പറയുമ്പോൾ